ബി.ജെ.പി. പാർലമെന്റ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി അഭിനന്ദനീയം എന്ന പേരിൽ ആദരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം നേടിയ കുട്ടികൾക്കായിരുന്നു ആദരം. SSLC +2 CBSE 10th +2 വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അഭിനന്ദനീയം എന്ന പേരിൽ ഒരുക്കിയ ചടങ്ങിൽ ആദരിച്ചത്. ഞായറാഴ്ച രാവിലെ കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ചടങ്ങ്. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അമ്മയ്ക്ക് എന്താ അറിയാം, അച്ഛന് എന്താ അറിയാം എന്ന് ചോദിക്കാറില്ലേ? മക്കൾ ചോദിക്കാറില്ലേ? ഉണ്ടല്ലേ? പറയും ചോദിക്കാറില്ല, ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് എന്റെ മക്കളെ പഠിപ്പിക്കുന്ന അവസരത്തിൽ അവർ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് അറിവുണ്ടാവണം. എനിക്ക് അതാണ് ഒരു സജഷൻ പാരന്റ്സിനോട് കൂടി ഉള്ളത്. ഈ മൊബൈലിലെ കാര്യങ്ങളായാലും ചില പാരന്റ്സ് ഒക്കെ പറയും ഒന്നും അറിയില്ല, കാരണം പിള്ളേർ പറയും അമ്മയ്ക്ക് എന്തറിയും, അച്ഛൻ എന്തറിയും, ഞങ്ങൾ നമുക്ക് കഴിഞ്ഞ് വന്നവരല്ല, ഞങ്ങൾക്കാണിത് എല്ലാം അറിയുന്നത്. അങ്ങനെ അപ്പൊ എനിക്ക് പാരന്റ്സിനോട് റിക്വസ്റ്റ് ഉള്ളത്, നമുക്ക് മൊബൈലിലായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും അത് പഠിച്ചെടുക്കും. കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, എല്ലാത്തിലും A+ അല്ലെങ്കിൽ എല്ലാത്തിലും ഹൈ മാർക്ക് വാങ്ങുക എന്നത് മാത്രമല്ല നമ്മുടെ ലൈഫ്. നമ്മൾ ഈ സമൂഹത്തിൽ നല്ല മക്കളായി ജീവിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും തന്നെ നല്ല സിറ്റിസൺ ആവാനും കൂടിയുള്ള ഒരു പ്രയത്നം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ ജീവിതത്തിന്റെ പാതയിൽ കാഴ്ചവെക്കണം. അതോടൊപ്പം തന്നെ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്കൊപ്പം എത്ര തിരക്കിലാണെങ്കിലും കൂടി കുറച്ചു നേരമെങ്കിലും നമ്മുടെ മക്കൾ അറിയാനും കേൾക്കാനും അവരോട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും. ബി.ജെ.പി. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സന്തോഷ് അറയ്ക്കൽ അധ്യക്ഷനായി. ഡോക്ടർ പി. സുചിത്രൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. നമുക്ക് ഏതെങ്കിലും ഒന്നിനോടുള്ള ഒരു കഴിവെന്ന് നമുക്ക് പറയുന്നത് നമ്മുടെ ശേഷിയാണ്. പക്ഷെ അത് എപ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്കില്ലിലാണ്. നമ്മുടെ ഏത് ശേഷിയും സ്കില്ലും ഒന്നല്ല എന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അപ്പോൾ സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഒരു സ്കിൽ അസസ്മെന്റ് ചെയ്യാൻ നടത്തിയിട്ട് നിങ്ങൾക്കൊക്കെ സൂട്ടബിളായ ഒരു മേഖല ഏതാണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തുതരും. അതിനുശേഷം ആ മേഖലയായി ബന്ധപ്പെട്ട സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയ മേഖലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണ്, അവിടെ എഴുതേണ്ട എക്സാം ഏതാണ്, അവിടുത്തെ ഏറ്റവും പുതിയ കോഴ്സുകൾ ഏതൊക്കെയാണ്, പഴയ കോഴ്സുകൾ ഏതാണ്, ആ കോഴ്സ് പഠിച്ചാലുള്ള അതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞാൽ അവസാന ഭാഗം ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും, ആ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് പാണപറമ്പിൽ, പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, വാർഡ് മെമ്പർമാരായ പ്രനില സഹിൽ, ഓമന മങ്ങാടൻ, ബിനുരാജ് പന്നിപ്പുലത്ത്, VN രാധാകൃഷ്ണൻ, ബിബിൻ പറവത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സൗജന്യമായി കുട്ടികളുടെ അഭിരുചി നൈപുണ്യ ടെസ്റ്റും നടന്നു.